എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അതെങ്ങനെ ഇറങ്ങും? എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതുപോലെയാ കഴിയുന്നത്. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞങ്ങളോടൊപ്പം മോളൊന്ന് നിന്നാ മതി. ഏട്ടൻ, എല്ലാവരും നമ്മൾ ചെല്ലാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാ. എനിക്കൊരു യാത്രയുണ്ട്, പാപനാശിനി വരെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് നടത്താനുള്ള യാത്ര. അതിനെനിക്ക് സഹായം വേണം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? എന്നോട് ചോദിക്കാൻ മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഞാൻ വരാം. എപ്പോഴാണെന്ന് ശാലിനി പറഞ്ഞാൽ മതി. മോളെ, ഈ ചായ കുടിക്കേ. എനിക്ക് വേണ്ട. വെറുതെ വാശി കാണിക്കല്ലേ. മറ്റുള്ളവർക്കെല്ലാം വാശി കാണിക്കാം, എനിക്ക് വാശി കാണിക്കാൻ പാടില്ല അല്ലേ? മറ്റുള്ളവരെന്ന് നീ ഉദ്ദേശിച്ചത് ആരെയാ? നിന്റെ അച്ഛനെ തന്നെയല്ലേ? അച്ഛന്റെ കാര്യം നിനക്ക് അറിയാലോ ചന്ദ്രേ. എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? എന്റെ ഫോണൊന്നും നോക്കാൻ എനിക്ക് അവകാശമില്ല. എന്റെ കൂട്ടുകാരെയും കാണാനോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഈ മതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്തേക്ക് പോണെങ്കിൽ വാതുക്കല് നിൽക്കുന്ന ആ സെക്യൂരിറ്റിക്കാരന്റെ സമ്മതം കൂടി വേണം. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ അമ്മേ ഞാനിവിടെ ജീവിക്കുന്നേ? അമ്മ ഒരു കാര്യം പറഞ്ഞാ എന്റെ മോളത് കേക്കോ? പ്രകാശിനെ മറക്കണമെന്ന് മാത്രം പറയാതെ മറ്റെന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് എന്നോട് പറയാം. എനിക്ക് പറയാനുള്ളത് നിന്റെ അച്ഛനെ കുറിച്ചാ. നീ ആഗ്രഹിക്കുന്ന പോലൊരു കല്യാണം നടത്താൻ നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ നടത്താൻ നോക്കിയാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. ഞാനിപ്പോ എന്ത് വേണമെന്ന് അമ്മ ഈ പറയുന്നേ? അച്ഛൻ കണ്ടെത്തിയ അച്ഛൻ ഇഷ്ടപ്പെട്ട വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കണം. അതായിരിക്കും നിന്റെ ഭാവിക്കും ആ ഡോക്ടർ പയ്യന്റെ ഭാവിക്കും നല്ലത്. മോളെ, മോൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. നിന്റെ അച്ഛനെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം മോളുടെ ഇഷ്ടം. ആരാ? ആരെ കാണാനാ? മഹേന്ദ്ര സാറിന്റെ മോളെ കാണാനാ. എന്നാ പൊക്കോ. ആ, ദാ ചായ കുടിക്കേ. ദേ, ഞാൻ ചായ ഇവിടെ വയ്ക്കാം. ആരോ വന്നു. ദാ, ആരാ നോക്കട്ടെ. ചായ ഇവിടെ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കുടിക്കേ. ആരാ? ഞാൻ ശ്രുതി, ശ്രുതി പത്മനാഭൻ. അതിലെ പത്മനാഭൻ ഞാനാണ്. ആ, അല്ല, മഹേടിനെ കാണാൻ വന്നവരാണോ? ചന്ദ്രയുടെ അമ്മയല്ലേ? ആ. അമ്മേ, ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ടാ. ഓ, ഞാനിവിടെ വന്നിട്ടുള്ളതാ. അമ്മ ഇത്ര വേഗം മറന്നുപോയോ? അയ്യോ, മറന്നുപോയതായിരിക്കും മോളെ. നിങ്ങൾ വാ, ഞാൻ ചന്ദ്രയെ വിളിക്കാം. വാ, കേറി വാ. ഇരിക്കും മോളെ, ഇരിക്കും. കുറച്ചു ദിവസമായി അവള് ഫോണിലെങ്ങും ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. ആ, ആണോ? എന്തായാലും നിങ്ങൾ ഇരിക്കേ, ഞാൻ ചന്ദ്രയെ വിളിക്കാം. ആ, ശരി. ആ. ദേ, നിന്റെ കൂടെ പഠിച്ചിട്ട് കൂട്ടുകാരി വന്നിരിക്കുന്നു. ആരും നിന്നെ കാണാൻ വരുന്നില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ. ചെന്ന് വിശേഷങ്ങൾ ചോദിക്കേ. കൂടെ പഠിച്ച കൂട്ടുകാരിയോ? അതാരാ? അതെ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട കേട്ടോ.
ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് കളക്ടർ മാഡം. പ്രകാശുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പോവാ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അതെങ്ങനെ ഇറങ്ങും? എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതുപോലെയാ കഴിയുന്നത്. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞങ്ങളോടൊപ്പം മോളൊന്ന് നിന്നാ മതി. ഏട്ടൻ എല്ലാവരും നമ്മൾ ചെല്ലാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാ. ആ ഇരിക്കെ, ചായ കൊടുക്കും മോളെ. കൂടെ പഠിച്ചവരൊന്നും ഇവളെ തിരക്കി ഇവിടേക്ക് വരുന്നില്ലെന്നുള്ള പരാതിയും കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷമായല്ലോ. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഇവൾക്ക് വരാലോ. ഒരിടത്തേക്ക് ഇവള് വരില്ല. പഠിത്തം വീട്, പഠിത്തം വീട്. ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിസ്റ്റ് ആയിരുന്നു ഇവള്. പക്ഷേ അതൊന്നും റിസൾട്ട് വരുമ്പോ കാണുന്നില്ലെന്ന് മാത്രം. ആ, നിങ്ങൾ ചായ കുടിക്കേ. അല്ല, ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ അടുത്ത മാസം 18-ന് ശ്രുതിയുടെ എൻഗേജ്മെന്റ്. ആ വരം ദുബായിലാ. ഈ മാസം അവസാനം ആള് ലീവിന് വരും. അപ്പൊ എല്ലാരും കൂടി ചടങ്ങിൽ പങ്കെടുക്കണം. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ കൂടി വന്നത്. അത് സന്തോഷം തരുന്ന കാര്യല്ലേ. ഞങ്ങൾ എല്ലാവരും വരും. തലേ ദിവസം തന്നെ വരും. 2 ദിവസം മുൻപ് ഇവളെ അങ്ങോട്ട് വിട്ടേക്കണേ. ഞങ്ങളുടെ കോളേജ് ബാച്ചിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസും പാട്ടും അങ്ങനെ എല്ലാം. ആ, അതിനൊന്നും ഇവള് നിക്കില്ല എന്റെ മോളെ. എനിക്ക് ഈ പാട്ടും ഡാൻസും എന്നൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യമായിരുന്നു. ചെറുപ്പത്തിൽ ഇവളെ എവിടെയെല്ലാം കൊണ്ടുപോയി ആക്കിയതാണെന്ന് അറിയാമോ? അങ്ങനെയുള്ള ഒരു താല്പര്യവും ചെറുപ്പത്തിലും കാണിച്ചിട്ടില്ല. ദേ ഇപ്പോഴും കാണിക്കുന്നില്ല. അല്ല, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. എന്റെ അച്ഛ, കുറെ നാളുകൾക്ക് ശേഷം ഇവളെ ഞാനൊന്ന് കാണുന്നേ. എന്തായാലും വന്നതല്ലേ, ആൽബത്തിൽ സൂക്ഷിക്കാൻ 1-2 നല്ല ഫോട്ടോസ് ഞങ്ങൾ എടുത്തോട്ടെ. അതുവരെ പോകുന്ന കാര്യം അച്ഛമിണ്ടല്ലേ? ഓ, ഉത്തരവ്. ഞങ്ങളിതാ മുറ്റത്തേക്ക് ഇറങ്ങിയത് നല്ല കിടുക്കാച്ചി ഫോട്ടോസ് എടുക്കും.